നമുക്കെല്ലാവർക്കും ചിലപ്പോഴെങ്കിലും എന്താ പറയാ, ഒരു തൃപ്തിക്കുറവ് തോന്നാറില്ലേ? എന്തൊക്കെയോ നേടിയാലും ആഗ്രഹിക്കുന്നതും കിട്ടുന്നതും തമ്മിലൊരു അകലം. ശരിയാണ്. മൗലാന വഹീദുദ്ദീൻ ഖാന്റെ ഒരു പ്രഭാഷണത്തിൽ നിന്നുള്ള ചില ചിന്തകൾ വെച്ച് നമുക്കിന്ന് ഈ വിഷയത്തെ ഒന്ന് സമീപിച്ചാലോ? നല്ലതാണ്. എന്തുകൊണ്ടാണ് നമ്മൾ വലിയ ലക്ഷ്യങ്ങൾ വെച്ചിട്ടും പരിശ്രമിച്ചിട്ടും പലപ്പോഴും എന്തോ ഒരു കുറവ് പോലെ തോന്നുന്നത്? അതൊന്ന് മനസ്സിലാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതെ അതെ. അപ്പം നമ്മളിവിടെ പ്രധാനമായിട്ടും ചോദിക്കുന്ന ഇതാണ്: നമ്മൾ മനസ്സിൽ കാണുന്ന ആ ഒരു പെർഫെക്റ്റ് ലോകം, ആ പൂർണ്ണത, അതെന്താ ഈ ജീവിതത്തിൽ കിട്ടാത്തത്? മനുഷ്യന്റെ ഒരു സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം, ഈ ലോകത്തിലെ അവന്റെ സ്ഥാനം, ഇതൊക്കെയായിട്ട് ഈ സ്രോതസ് പറയുന്ന കാര്യങ്ങൾ എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നുവെന്ന് നോക്കാം, അല്ലേ? അതായത് ഇബ്ലീസ് ഒരു വെല്ലുവിളി നടത്തിയ കാര്യം, ഇതെങ്ങനെയാണ് ഒരു യാഥാർത്ഥ്യമായത്? അദ്ദേഹം പറയുന്നത് മനുഷ്യൻ യഥാർത്ഥത്തില് പറുദീസയ്ക്ക്, ജന്നത്തിനു വേണ്ടിയാണ് ഉണ്ടാക്കപ്പെട്ടത്. പക്ഷെ അവന്റെ സ്വാഭാവിക ഇടം അതല്ല. ഇപ്പൊ ജീവിക്കുന്നത് പുറത്താണ്. ഒരു കരിക്കിട്ട മീനിന്റെ അവസ്ഥ പോലെ. അതെ അതെ. ആ ഒരു അവസ്ഥയെ മുതലെടുക്കുന്ന ഒരു തന്ത്രമാണ് മൗലാന പറയുന്ന തസീൻ. തസീൻ, അതായത് കാര്യങ്ങളെ ഭയങ്കര ഭംഗിയാക്കി കാണിക്കുക, അല്ലെങ്കിൽ ഓവറായിട്ട് ഐഡിയലൈസ് ചെയ്യുക. പിശാച് ഈ ലോകത്തുള്ള പലതിനെയും, ജീവിതം, പങ്കാളി, സമൂഹം, ഇതൊക്കെ പെർഫെക്റ്റ് ആക്കാൻ പറ്റുമെന്നൊരു തോന്നലുണ്ടാക്കുന്നു. മനസ്സിലായി. പക്ഷെ അതൊന്നും ഇവിടെ പൂർണ്ണമായി കിട്ടില്ല. അപ്പോൾ നമ്മൾ ആ കിട്ടാത്ത ഒന്നിന് പിന്നാലെ പോയി നിരാശരാവുന്നു. കാരണം സിമ്പിളാണ്, ഈ ലോകം ഡിസൈൻ ചെയ്തത് അതിനല്ല. ശരിയാണ്. അദ്ദേഹം ചില ഉദാഹരണങ്ങളും പറയുന്നുണ്ടല്ലോ. ഒരു വലിയ സ്വപ്നങ്ങളൊക്കെയുള്ള ഒരു സയന്റിസ്റ്റ് 35 വയസ്സിൽ മരിച്ചു പോകുന്നത്. അതുപോലെ ഈജിപ്തിലെ കാര്യം, സാമൂഹിക നീതിക്ക് വേണ്ടി ഏകദേശം 60 കൊല്ലത്തോളം മുസ്ലിം ബ്രദർഹുഡ് നടത്തിയ ശ്രമങ്ങൾ. അതെ, ഒരുപാട് കാലം. ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു. എന്നിട്ടും ലക്ഷ്യം അവിടെയെങ്ങും എത്തിയില്ല. മൗലാന പറയുന്നത് ചരിത്രത്തിൽ ആർക്കും, ഒരു രാജാവിനും പണ്ഡിതനും നേതാവിനും, തന്റെ സ്വപ്നം ഈ ലോകത്ത് 100% പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല എന്നാണ്. ശരിയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ വലിയ സാമൂഹിക മാറ്റങ്ങൾ, ആദർശങ്ങൾ പരാജയപ്പെടുന്നത്? പ്രധാന കാരണം അദ്ദേഹം പറയുന്നത് മനുഷ്യന്റെ സ്വാതന്ത്ര്യം തന്നെ. ആസാദി, സ്വാതന്ത്ര്യം. അതെ. ദൈവം എല്ലാവർക്കും സ്വന്തമായി തിരഞ്ഞെടുക്കാനും പ്രവർത്തിക്കാനും സ്വാതന്ത്ര്യം തന്നിട്ടുമുണ്ട്. അപ്പോ ഒരാളുടെ പ്ലാൻ മറ്റൊരാളുടെ പ്രവൃത്തി കാരണം തടസ്സപ്പെടാം. എപ്പോഴും അങ്ങനെ സംഭവിക്കാം. ശരി ശരി. പ്രവാചകന്മാർക്ക് എതിർപ്പുണ്ടായി ഉമറിനെയും ഗാന്ധിജിയെയും പോലുള്ള നേതാക്കളെ കൊന്നില്ലേ? അപ്പോ ഫ്രീയായി ചിന്തിക്കുന്ന മനുഷ്യരുള്ള ലോകത്ത് ഒരു കൺട്രോൾഡായ പെർഫെക്റ്റ് സമൂഹമുണ്ടാക്കാൻ പറ്റില്ല. ഇത് റോബോട്ടുകളല്ലല്ലോ. അല്ല. അതുകൊണ്ട് രാഷ്ട്രീയം എപ്പോഴും സാധ്യമായതിന്റെ കല, ആർട്ട് ഓഫ് ദി പോസിബിൾ ആകണം. അല്ലാതെ കിട്ടാട്ട കനിക്കു പിന്നാലെ ഓടരുത്. അപ്പോ ഇതിനൊരു പരിഹാരം മൗലാന എന്താണ് നിർദ്ദേശിക്കുന്നത്? വ്യക്തിതലത്തിലും സാമൂഹിക തലത്തിലും ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കേ. വ്യക്തിപരമായിട്ട് ഖനാഅത്ത്, അതായത് സംതൃപ്തി, അത്യാവശ്യ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക. ഒരു ഹദീസിലൊക്കെ പറയുന്ന പോലെയുണ്ടല്ലോ, വീട്, ഭക്ഷണം, വെള്ളം, ഒരു സഹായി. അതെ അതെ, ആ ബേസിക് കാര്യങ്ങൾ. അപ്പോ നമ്മുടെ സമയവും ഊർജവും ഈ തീരാത്ത ആഗ്രഹങ്ങൾക്ക് പിന്നാലെ പോയി വേസ്റ്റ് ആകില്ല. ശരി. സാമൂഹിക തലത്തിലോ? അവിടെ വലിയ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്ന വഴികൾ ഒഴിവാക്കുക, ഏറ്റുമുട്ടലുകൾ. പകരം സമാധാനപരമായി മുന്നോട്ടു പോകാൻ പറ്റുന്ന മേഖലകൾ, വിദ്യാഭ്യാസം, ദാഴ്വത്ത്, അതായത് മൂല്യങ്ങളെക്കുറിച്ച് സംസാരിക്കുക, ക്ഷണിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുക. പിന്നെ തർക്കമുള്ള രാഷ്ട്രീയ വിഷയങ്ങളിലോ? അവിടെ കൂടുതൽ പ്രശ്നം ഒഴിവാക്കാൻ നിലവിലുള്ള അവസ്ഥ, സ്റ്റാറ്റസ് കോ, തൽക്കാലം അംഗീകരിക്കുക. ഓവർ ക മത്ലബ്, കാര്യങ്ങളെ അതിന്റെ വഴിക്ക് വിടുക എന്ന് പറയില്ലേ, അതുപോലെ. ഇത് കലഹം ഒഴിവാക്കും. ഖുർആൻ പറയുന്ന പോലെ ഫലാ തനാസഉ ഫതഫ്ശലു, ഭിന്നിച്ച് പരാജയപ്പെടാതിരിക്കാൻ ഇത് നല്ലതാണ്. അദ്ദേഹം ഇന്ത്യയും ഈജിപ്തും പാകിസ്ഥാനുമൊക്കെ താരതമ്യം ചെയ്യുന്നുണ്ട്. ഈ സ്റ്റാറ്റസ് കോ അംഗീകരിക്കുന്നത് അക്രമം ഒഴിവാക്കാൻ സഹായിക്കുമെന്ന്. അപ്പൊ ചുരുക്കത്തില് ഈ ലോകം ഒരു പരീക്ഷണശാലയാണ്, പ്രതിഫലം കിട്ടുന്ന സ്ഥലമല്ല എന്നൊരു തിരിച്ചറിവ് വേണമല്ലേ? എക്സാക്ട്ലി, അതാണ് പോയിന്റ്. ഇത് ദാറുൽ അമൽ, കർമ്മം ചെയ്യാനുള്ള സ്ഥലം. ദാറുൽ ജസാ, പ്രതിഫലം കിട്ടുന്ന സ്ഥലം, അത് പരലോകമാണ്, ആഖിറത്ത്. അപ്പോൾ ഇവിടത്തെ ലക്ഷ്യം ഒരു ഭൗതിക സ്വർഗമുണ്ടാക്കലല്ല, അല്ല, മറിച്ച്
ഇവിടത്തെ അനുഭവങ്ങളിലൂടെ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയി സ്വയം നന്നാക്കി ഒരു മുസക്ക ഷഖ്സിയത്ത്, അതായത് ശുദ്ധീകരിച്ച വ്യക്തിത്വം ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് പരലോകത്തിലെ വിജയത്തിന് തയ്യാറെടുക്കുക. മനസ്സിലായി. അപ്പോൾ ഈ ലോകത്ത് ആ പെർഫെക്ഷൻ തേടി നടക്കുന്നത് അത് നമ്മളെ ഈ പ്രധാന ലക്ഷ്യത്തിൽ നിന്ന് തെറ്റിക്കും. ദൈവത്തിന്റെ ആ ഒരു സൃഷ്ടിപദ്ധതി നമ്മൾ അവഗണിക്കുന്നതുകൊണ്ടാണ് ഈ കഷ്ടപ്പാടൊക്കെ എന്നാണ് മൗലാന പറഞ്ഞു വരുന്നത്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ ആ അതൃപ്തിയുടെ കാരണം ഇപ്പൊ വ്യക്തമായി അല്ലേ? യഥാർത്ഥ പരദീസയിൽ മാത്രം കിട്ടുന്നൊരു പൂർണ്ണതയെ അതിനെ ഡിസൈൻ ചെയ്തിട്ടില്ലാത്ത ഈ ലോകത്ത് നമ്മൾ തിരയുന്നു. അതെ. വ്യക്തിപരമായി ആവശ്യങ്ങളിലൂന്നി തൃപ്തിയടയുക, സാമൂഹികമായി സംഘർഷം ഒഴിവാക്കി സാധ്യമായതിൽ ശ്രദ്ധിക്കുക. ഇതാണ് ഈ ഒരു ചിന്തയുടെ രത്നചുരുക്കം. ശരിയാണ്. അവസാനിപ്പിക്കുമ്പോൾ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. ഈ ലോകമെന്നു പറയുന്നത് കുറച്ചുകൂടി വലിയ ശാശ്വതമായ മറ്റൊന്നിനു വേണ്ടിയുള്ള ഒരു ട്രെയിനിങ് ഗ്രൗണ്ട് മാത്രമാണ് എന്നൊരു കാഴ്ചപ്പാട് ഈ മതപരമായൊരു ഫ്രെയിംവർക്ക് നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഈ ഒരു ചിന്ത നിങ്ങളുടെ ദിവസേനയുള്ള മുൻഗണനകളെ എങ്ങനെ മാറ്റിയേക്കാം? എന്താണ് ശരിക്കുമുള്ള വിജയം എന്നതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ധാരണയെ ഇതെങ്ങനെ ഒന്ന് പുനർനിർവചിക്കാൻ സഹായിക്കും? ഒന്ന് ആലോചിച്ച് നോക്കാവുന്നതാണ്.